ഡോക്ടർ, ഒരാളുടെ ഒരു ലൈഫ് സ്പാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വയസ്സ് വരെ ഒരാൾക്ക് പ്രോപ്പറായിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഒരാളുടെ ഏറ്റവും നല്ല പ്രായം, അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം അവർ പെർഫോമൻസ് കിട്ടേണ്ട ഏജ് ഡോക്ടർ പറയുകയാണെങ്കിൽ എത്ര വയസ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എത്ര വയസ്സ് മുതലായിരിക്കും ശരിക്കുള്ള ഒരു പീക്ക് പെർഫോമൻസ് കിട്ടേണ്ടത്? അതിനെക്കുറിച്ച് ആ ഒരു ഏരിയയിൽ ഡോക്ടറുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞേക്കുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ WHO പോലും നമ്മളുടെ ലൈഫ് സ്പാനിനെ പുനർനിർവചനം ചെയ്തതിൽ 85-90 ആണെന്ന് തോന്നുന്നു ഓൾഡ് ഏജിലേക്ക് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളറിയാമല്ലോ, അവിടെയൊക്കെ 65-70 ആകുമ്പോൾ വരെ നമുക്ക് വർക്ക് ചെയ്യാം. കാരണം നമ്മുടെ ഇപ്പോൾ ഒരു ഡോക്ടറുടെ തന്നെയൊക്കെ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോളജ് ഉണ്ടായി, പിന്നെ അതിൻ്റെ പുറത്ത് എക്സ്പീരിയൻസ് ഉണ്ടായി. ഈ എക്സ്പീരിയൻസാണ് ഏറ്റവും വലിയ നോളജ് എന്ന് പറയുന്നത്. ആ എക്സ്പീരിയൻസിലൊരു സാച്ചുറേറ്റഡ് ലെവൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ സുബോധത്തോടെ ഇരിക്കുകയാണെങ്കിൽ 80-90 വയസ്സ് വരെ നമുക്ക് കൂളായിട്ട് പോകാമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ചില പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഉണ്ടെങ്കിൽ നമ്മുടെ ഇത്രയും വർഷങ്ങൾ നമ്മൾ ആർജിച്ച എക്സ്പീരിയൻസിൽ നിന്നുള്ള നോളജിനെ നമുക്ക് എന്നാലേ കൊടുക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഒരു 60 മുതൽ ഒരു 80-90 വരെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ പാൽക്കിവായെ പറ്റിയൊക്കെ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ ഫേമസ് ലോയർ, അവരൊക്കെ 85-90 ഒക്കെ കോടതിയിൽ അപ്പീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു വേർഡായിരിക്കും ചിലപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഒരു വ്യക്തിയുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നത് എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളൊരു ഡോക്ടറുടെ ഒരു ഡിസിഷനായിരിക്കും അവരുടെ രോഗാവസ്ഥയിൽ നിന്ന് മാറ്റി അവരെ രോഗവിമുക്തനാക്കി ആരോഗ്യത്തിലേക്ക് നയിക്കാൻ കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഏജ് ഒരു പ്രശ്നമല്ല. ക്വാളിറ്റി ലൈഫ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഓർഗൻസും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ബ്രെയിൻ പ്രത്യേകിച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും നമ്മുടെ ആ ഒരു അവെയർനെസ്സോടുകൂടി ഫ്രഷ് ഹെൽത്തി ലൈഫോടുകൂടി നമുക്ക് പോകാൻ പറ്റും.